അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. വിശദാംശങ്ങൾ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ശരിവെക്കുകയായിരുന്നു ഹൈക്കോടതി. വിശദാംശങ്ങൾ ഷബ്ന ചേരും. ഷബ്ന, മേച്ചേരി ഹുസൈൻ എന്നയാളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. എന്താണ് ഈ കേരളത്തെ ആകപ്പാടെ ഞെട്ടിച്ച സംഭവമായിരുന്നു. മധു എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിലെ ഒന്നാം പ്രതിയെ തന്നെ കോടതി വെറുതെ വിടാനിടയായ സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. സനീഷ്, നേരത്തെ തന്നെ ഈ പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച പ്രതിക്ക് നേരത്തെ തന്നെ ജാമ്യം കോടതി അനുവദിച്ചിരുന്നതാണ്. ഈ കേസിൽ 16 പ്രതികളുള്ളതിൽ ഒന്നാം പ്രതിയായ ഹുസൈനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും വെറുതെ വിട്ടിട്ടുള്ളത്. ഇതിൽ ഹുസൈനെതിരെ കൃത്യമായ തെളിവുകൾ ഇല്ല എന്ന് നേരത്തെ തന്നെ കോടതികൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയും ഇതേ ശിക്ഷ റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രതിക്കെതിരെ തെളിവുകൾ ഇല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രതികളുടെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ എല്ലാ പ്രതികളോടും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ റദ്ദാക്കുമോ അതോ ശിക്ഷ വർദ്ധിപ്പിക്കുമോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഹൈക്കോടതിയിൽ ഈ മറ്റ് പ്രതികളുടെ കാര്യത്തിലുള്ള വാദം തുടരുന്നുണ്ട്. ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഒന്നാം പ്രതി ഈ സംഭവം നടക്കുമ്പോൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്ന വാദമായിരുന്നു ഉന്നയിച്ചത്. അത് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും സാധിച്ചില്ല. കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ളത്. മറ്റ് പ്രതികളുടെ കാര്യത്തിൽ പക്ഷേ ഇത് ഒന്നാം പ്രതി എന്നതുകൊണ്ട് മാത്രം, ഇത് പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി എന്നതുകൊണ്ട് മാത്രമാണ് മാത്രം ആ ശിക്ഷാവിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഈ കേസ് നിലനിൽക്കാതിരിക്കുകയോ ഒന്നുമില്ല. മറ്റ് പ്രതികളുടെ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ കോടതി ശിക്ഷ വിധിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ നിലനിർത്തുകയോ ചെയ്യും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിൽ പറഞ്ഞിരുന്നത് ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. അതായത് 7 പ്രതികൾക്കാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. ഇതിൽ അവർക്ക് വിധിച്ച ശിക്ഷ പോരാ. അതായത് 7 വർഷം മാത്രം തടവായിരുന്നു ഇവർക്ക് വിധിച്ചിട്ടുള്ളത്. ഈ ശിക്ഷ പോരാ, കൂടുതൽ ശിക്ഷ വേണം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ മധുവിന്റെ അമ്മയും ഇതേ ആവശ്യം ഉന്നയിച്ച് അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതികൾ തങ്ങൾ നിരപരാധികളാണ്, തങ്ങൾക്ക് 7 വർഷം ശിക്ഷ വിധിച്ച് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതികളും അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ കേസിലെ ഒരു പ്രതി മൈനർ ആയിരുന്നു. നേരത്തെ തന്നെ അയാളുടെ ശിക്ഷാവിധി പൂർത്തിയാക്കിയതാണ്. അതായത് 3 മാസം മാത്രം തടവായിരുന്നു, അത് പൂർത്തിയാക്കിയിരുന്നു. മറ്റ് 15 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. വിചാരണ കോടതി വെറുതെ വിട്ടവരുണ്ട്. അവരോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഷബ്ന, ഇതിപ്പോ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതിപ്പോ മധു എന്ന ആദിവാസി യുവാവിനെ മോഷണം നടത്തി എന്ന് വ്യാജമായിട്ട് പ്രചരിപ്പിച്ചിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു ഈ മർദ്ദക സംഘം. അത് വലിയ പ്രതിഷേധം നാട്ടിലാകെ തന്നെ ഉണ്ടാക്കി. രാജ്യത്ത് തന്നെയും വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊരു സംഭവം വന്നത്. ഈ മധുവിൻ്റെ കൈകൾ കൂട്ടിച്ചേർത്ത് കെട്ടിയ ഫോട്ടോകളൊക്കെ പുറത്തു വരികയും അത് നമ്മളിപ്പോഴും കാണാറുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദൃശ്യം അതാണ്. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് തന്നെയും ഉള്ള ഒരു സംഭവമാണ്. ആ ദൃശ്യങ്ങൾക്കകത്ത് തന്നെയും ചില ആളുകൾ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ പ്രതിപട്ടികയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഒന്നാം പ്രതിയും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെടും വിധം സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇയാൾ ഒന്നാം പ്രതി സ്ഥാനത്തേക്ക് വന്നു, പ്രതിപട്ടികയിൽ ഒന്നാമത് വന്നു എന്നത് സ്വാഭാവികമായിട്ടും കോടതി പരിശോധിക്കുകയില്ലേ? അപ്പോൾ അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് കോടതിയുടെ പരാമർശങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വിചാരണ കോടതിയുടേതോ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി വിധിയുടെ ഭാഗമായിട്ടോ? സനീഷ്, ഇത് പോലീസ് പ്രതിപട്ടിക ചേർക്കുമ്പോൾ ഈ ഏതെങ്കിലും കേസിൽ പ്രതികളെ ഉൾപ്പെടുത്തുമ്പോൾ അത് ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നത് കൂടുതൽ കുറ്റം ചെയ്തയാളെ ആദ്യ പ്രതിയാക്കുകയോ അത്തരത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒന്നാം പ്രതി എന്ന പ്രതിപട്ടികയിൽ ഒന്നാം പ്രതിയാക്കി ചേർത്തത് ഹുസൈനെയാണ്. ഹുസൈനെതിരെ തെളിവില്ല എന്ന് വിചാരിച്ച് രണ്ടാം പ്രതിക്കോ അല്ലെങ്കിൽ മൂന്നാം പ്രതിക്കോ ഇത്തരത്തിൽ തെളിവില്ലാതാകുകയോ അല്ലെങ്കിൽ ഈ ഒന്നാം പ്രതിയുടെ ആനുകൂല്യം ലഭിക്കുകയോ ചെയ്യില്ല. അവർക്കെതിരെ കൃത്യമായ തെളിവുണ്ടെങ്കിൽ കോടതി അവരെ ശിക്ഷിക്കും. ഇപ്പോൾ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫ് നമുക്കറിയാം, അതിൽ ഈ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ആളുകൾ ഈ മധുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചാൽ മറ്റ് പ്രതികൾക്ക് ഒരുപക്ഷെ ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദയനീയമായ ചിത്രം, മധുവിന്റെ കൈകൾ കെട്ടിയിട്ട ഒരു ദയനീയമായ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന കുറ്റം കൂടി ഇവർക്കെതിരെയുണ്ട്. പലരും ഈ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയും അതിനുശേഷം ഇത്തരത്തിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതുകൂടി കോടതി പരിശോധിച്ച് തന്നെയായിരിക്കും മറ്റ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുക എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. ഏതായാലും ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്നതുകൊണ്ട് മാത്രം മറ്റ് പ്രതികൾ രക്ഷപ്പെടും എന്ന രീതിയിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല.
ശരി, ഞാൻ തിരിച്ചു വരാം ഷബ്നയിലേക്ക്. ഒന്നാം പ്രതിയെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു ഹൈക്കോടതി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മറ്റു പ്രതികൾക്ക്, ഇത്രയും നിന്ദ്യമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകത്തിലെ മറ്റു പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കും എന്ന് വിചാരിക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ഷബ്ന നൽകുന്ന വിവരങ്ങൾ. എന്നാലും ഇത് സംബന്ധിച്ച് വലിയൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഈ വാർത്ത ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ